വിവാഹമെന്നത് രണ്ടു മനസ്സുകൾ ഒന്നാകേണ്ട ഒരു പവിത്ര ബന്ധമായിരിക്കണം. എന്നാൽ ദിയയെ സംബന്ധിച്ചിടത്തോളം അത് തന്റെ ഉയർന്ന നിലവാരത്തിന് ലഭിച്ച ഏറ്റവും വലിയ ശിക്ഷയായിരുന്നു. നഗരത്തിലെ അറിയപ്പെടുന്ന വ്യവസായിയായ രാജേഷിന്റെ ഒരേ ഒരു മകളായതുകൊണ്ട് അവൾ സ്വയം ഒരു മഹാറാണിയായിട്ടാണ് കണ്ടിരുന്നത്. മറുവശത്ത് അർജുൻ വെറുമൊരു സാധാരണ ക്ലാർക്ക്, അതിലേറെ സാധാരണക്കാരനായ ഒരു മനുഷ്യൻ. ദിയയെ സംബന്ധിച്ച് ഈ വിവാഹം അവളുടെ ലോകമില്ലാതാക്കി, സ്വപ്നങ്ങൾക്ക് മങ്ങലേൽപ്പിച്ചു. എല്ലാ ദിവസവും രാവിലെ അർജുൻ ജോലിച്ചു പോകാനൊരുങ്ങുമ്പോൾ അവൾ അയാളെ തല മുതൽ കാൽ വരെ നോക്കും. എന്നിട്ട് ഒരു പുച്ഛത്തോടെ പറയും, "നിങ്ങളെന്റെ നിലവാരത്തിലുള്ള ആളല്ല അർജുൻ. നിങ്ങളെ കല്യാണം കഴിച്ചത് എന്റെ ദുരവസ്ഥയാണ്. അച്ഛനെന്നെ ഒരു വലിയ കുടുംബത്തിൽ കല്യാണം കഴിപ്പിക്കാമായിരുന്നു." അവളുടെ വാക്കുകൾ ഒരു മുനകൂർത്ത അമ്പുപോലെ അർജുന്റെ ഹൃദയത്തിൽ തുളച്ചുകയറി. എങ്കിലും ഒരു പുഞ്ചിരിയോടെ അവനെല്ലാം കേട്ടുനിന്നു. ഒരു ദിവസം ദിയ തന്റെ കോളേജ് കൂട്ടുകാരെ വീട്ടിലേക്ക് ക്ഷണിച്ചു. അവർ വരുമ്പോൾ സ്വീകരണമുറിയിൽ വെച്ച് ദിയ അർജുനെ താഴ്ത്തിക്കെട്ടാനുള്ള അവസരം പാഴാക്കിയില്ല. കൂട്ടുകാരുടെ മുന്നിൽ വെച്ച് അവൾ പരിഹാസത്തോടെ പറഞ്ഞു, "നോക്കൂ, ഇതാണ് എന്റെ ഭർത്താവ്. വെറുമൊരു സാധാരണ ക്ലാർക്ക്. ഇങ്ങനെയുള്ള ഒരാളുടെ കൂടെ ജീവിക്കേണ്ടി വന്ന എന്റെ ദുരവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ." അർജുൻ ശാന്തനായി ഒരു ചിരിയോടെ അവർക്ക് ചായ നൽകി. അവന്റെ മുഖത്തെ വിനയം ദിയയെ കൂടുതൽ ദേഷ്യം പിടിപ്പിച്ചു. "നിങ്ങൾക്ക് നാണമില്ല അർജുൻ? എന്റെ കൂട്ടുകാരുടെ മുന്നിൽ ഞാൻ നാണം കെട്ടാൽ അതിന് കാരണം നിങ്ങൾ മാത്രമാണ്," അവൾ രഹസ്യമായി പറഞ്ഞു. അർജുൻ അവളെ നോക്കി. "എന്റെ സാന്നിധ്യം നിങ്ങളെ വിഷമിപ്പിക്കുന്നുണ്ടെങ്കിൽ ഞാൻ മാറി നിൽക്കാം" എന്നു മാത്രം പറഞ്ഞു. അവന്റെ ഈ എളിമയും ദയയും അവളെ ഭ്രാന്ത് പിടിപ്പിച്ചു. "നിങ്ങൾ എത്ര മണ്ടനാണ്! അല്പം പോലും വിവരമില്ലേ? കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എന്റെ ജീവിതത്തിൽ ഇങ്ങനെയൊരു ദുരന്തം?" എന്നവൾ കൂട്ടുകാർ കേൾക്കെ പറഞ്ഞു. ഈ സംഭവം ദിയയുടെ അഹങ്കാരം എത്രത്തോളം ആഴമുള്ളതാണെന്ന് കാണിച്ചു. അർജുൻ എല്ലാം സഹിച്ചു. പലപ്പോഴും വീട്ടുജോലിക്കാർ പോലും അത്ഭുതപ്പെട്ടു, എങ്ങനെയാണൊരു ഭാര്യ ഭർത്താവിനെ ഇത്രമാത്രം താഴ്ത്തിക്കെട്ടുന്നത് എന്ന്. പക്ഷെ അർജുന്റെ മുഖം ശാന്തമായിരുന്നു. കണ്ണുകളിൽ ലജ്ജയുണ്ടായിരുന്നെങ്കിലും ദേഷ്യമോ വെറുപ്പോ ഉണ്ടായിരുന്നില്ല. ദിയയുടെ അഹങ്കാരം നിറഞ്ഞ വാക്കുകൾ കേട്ട് അർജുൻ നിശബ്ദനായി നിൽക്കുമ്പോൾ അവന്റെ മനസ്സ് വർഷങ്ങൾ പിന്നിലേക്ക് സഞ്ചരിച്ചു. അന്ന് ഇന്നത്തെപ്പോലെ വലിയ കെട്ടിടങ്ങളോ ആഡംബരങ്ങളോ ഇല്ലാത്ത ഒരു കാലം. അർജുന്റെ അച്ഛൻ ആനന്ദും രാജേഷും അടുത്ത സുഹൃത്തുക്കളായിരുന്നു. കഷ്ടപ്പാടുകൾ നിറഞ്ഞ ഒരു ഗ്രാമത്തിൽ നിന്ന് സ്വപ്നങ്ങളുമായി നഗരത്തിലെത്തിയ രണ്ട് യുവാക്കൾ. ഹോട്ടലുകളിൽ പാത്രം കഴുകിയും ദിവസക്കൂലിക്ക് പണിയെടുത്തിട്ടും അവർക്കിടയിലെ സൗഹൃദം കൂടുതൽ ശക്തമായി. ഒരു ദിവസം നമ്മൾക്ക് സ്വന്തമായി ഒരു കമ്പനി തുടങ്ങാം എന്നവർ സ്വപ്നം കണ്ടിരുന്നു. ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ അവർ ഒരുമിച്ച് ഓരോ ചുവടും മുന്നോട്ട് വെച്ചു. വർഷങ്ങൾ കഴിഞ്ഞു. ആനന്ദിന്റെയും രാജേഷിന്റെയും കഠിനാധ്വാനം ഫലം കണ്ടു. ഒരു ചെറിയ ഫാക്ടറിയിൽ നിന്ന് തുടങ്ങിയ അവരുടെ സംരംഭം പതുക്കെ വളർന്നു. കമ്പനി വളർന്നപ്പോൾ സൗഹൃദവും വളർന്നു. എന്നാൽ വിധി അവർക്കായി മറ്റൊരു വഴിയൊരുക്കിയിരുന്നു. കമ്പനി വലിയ സാമ്പത്തിക പ്രതിസന്ധിയിൽ അകപ്പെട്ടു. നടുക്കടലിൽ അകപ്പെട്ട ഒരു കപ്പൽ പോലെ അത് മുങ്ങാൻ തുടങ്ങി. രാജേഷ് തകർന്നുപോയി. അവന്റെ എല്ലാ സ്വത്തും കമ്പനിയിൽ നിക്ഷേപിച്ചിരുന്നു. എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിൽ അവൻ ആത്മഹത്യയെക്കുറിച്ച് പോലും ചിന്തിച്ചു. എന്നാൽ ആനന്ദ് അവനെ കൈവിട്ടില്ല. സ്വന്തം വീടും സമ്പാദ്യവുമെല്ലാം വിട്ട് അവൻ കമ്പനിയെ കടത്തിൽ നിന്ന് രക്ഷിച്ചു. "രാജേഷ്, നമ്മൾ ഒരുമിച്ചാണ് തുടങ്ങിയത്. ഒരുമിച്ചേ അവസാനിക്കൂ. പണം വരും പോകും, പക്ഷേ നമ്മുടെ സൗഹൃദം അത് അതുപോലെ തന്നെ നിലനിൽക്കും." ആനന്ദ് പറഞ്ഞ വാക്കുകൾ രാജേഷിന്റെ ഹൃദയത്തിൽ തറച്ചു. അതിനിടെ ആനന്ദിന് ഒരു രോഗം പിടിപെട്ടു. അധികകാലം ജീവിക്കില്ലെന്ന് ഡോക്ടർമാർ വിധിയെഴുതി. തന്റെ അന്ത്യം അടുത്തെന്ന് മനസ്സിലാക്കിയ ആനന്ദ് രാജേഷിനെ അരികിൽ വിളിച്ചു. കണ്ണുനീരോടെ അവൻ രാജേഷിനോട് പറഞ്ഞു, "എന്റെ മകൻ അർജുൻ ഇനി നിനക്കാണ്. എന്റെ സ്വപ്നങ്ങൾ അവനിൽ ജീവിക്കും. ഈ കമ്പനിയുടെ യഥാർത്ഥ അവകാശി അവൻ തന്നെയാണ്." രാജേഷ് മൗനമായി തലകുനിച്ചു. അപ്പോൾ ആനന്ദ് ഒരു വ്യവസ്ഥ കൂടി വെച്ചു. "അർജുൻ ആരാണെന്ന് അവനോട് പറയരുത്. അവനൊരു സാധാരണക്കാരനായി ജീവിക്കട്ടെ. ദിയയുടെ അഹങ്കാരം പൂർണ്ണമായി മാറുമ്പോൾ അന്നുമാത്രം നീ അർജുന്റെ യഥാർത്ഥ വ്യക്തിത്വം വെളിപ്പെടുത്തിയാൽ മതി." രാജേഷിന് ഈ വാക്കുകൾ കേട്ട് ഞെട്ടലുണ്ടായെങ്കിലും അവൻ ആ വാക്കു പാലിച്ചു. ആനന്ദ് ലോകത്തോട് വിട പറഞ്ഞപ്പോൾ രാജേഷ് അവന്റെ അരികിൽ വിതുമ്പി. വർഷങ്ങൾക്കിപ്പുറം ആനന്ദിന്റെ ആ വാഗ്ദാനമാണ് അർജുന്റെ മൗനത്തിന്റെയും സഹനത്തിന്റെയും പിന്നിലെ കാരണം. ദിയയുടെ ഓരോ വാക്കും ഓരോ അപമാനവും അവൻ തന്റെ അച്ഛൻ നൽകിയ വാഗ്ദാനം പൂർത്തിയാക്കാനുള്ള ഒരവസരമായി മാത്രം കണ്ടു. ദിയയുടെ അഹങ്കാരം അലിഞ്ഞുപോകുന്ന ആ ദിവസത്തിനായി അവൻ കാത്തിരുന്നു. അർജുന്റെ ജീവിതം ഒരു നാടകത്തിലെ രണ്ട് രംഗങ്ങൾ പോലെയായിരുന്നു. വീട്ടിൽ ദിയയുടെ പരിഹാസം കേട്ട് തലകുനിച്ചു നിൽക്കുന്ന നിസ്സഹായനായ ഭർത്താവ്. ഓഫീസിൽ സഹപ്രവർത്തകരുടെ മുന്നിൽ തരം താഴ്ത്തപ്പെട്ട ഒരു ക്ലാർക്ക്. ദിവസവും രാവിലെ അവൻ ദിയയുടെ അഹങ്കാരങ്ങൾക്ക് കാതു നൽകി ജോലിക്കു പോകും. അവിടെയും സ്ഥിതി വ്യത്യസ്തമായിരുന്നില്ല. "അർജുൻ, നിങ്ങൾക്കിത് മനസ്സിലാകില്ല. ഇതൊരു വലിയ കമ്പനിയാണ്" എന്ന് സഹപ്രവർത്തകർ നിരന്തരം പറയും. അവനൊരു പുഞ്ചിരിയോടെ തലകുനിച്ചു, ഒരു വാക്കുപോലും തിരികെ പറയാതെ. എന്നാൽ രാത്രി വീട് നിശബ്ദമാകുമ്പോൾ അർജുന്റെ യഥാർത്ഥ ജീവിതം ആരംഭിക്കും.
അവൻ നേരെ തന്റെ മുറിയിലുള്ള ചെറിയ സ്റ്റഡി റൂമിലേക്ക് പോകും. അവിടെയുള്ള ലാപ്ടോപ്പ് തുറന്നാൽ ഒരു പുതിയ ലോകമാണ്. രാജേഷിന്റെ കമ്പനിയുടെ എല്ലാ ഫയലുകളും സാമ്പത്തിക രേഖകളും റിപ്പോർട്ടുകളും അവന്റെ വിരൽത്തുമ്പിൽ ലഭ്യമാകും. ഒരു രഹസ്യ കോഡിലൂടെയാണ് അവൻ എല്ലാ വിവരങ്ങളും ശേഖരിക്കുന്നത്. ആ സമയം അവൻ ദിയയുടെ നിശാരനായ ഭർത്താവായിരുന്നില്ല, പകരം കമ്പനിയുടെ ബുദ്ധിയും ശക്തിയുമായ യഥാർത്ഥ സിഇഒ ആയിരുന്നു. കഴിഞ്ഞ 2 മാസമായി കമ്പനിയുടെ പ്രധാന പ്രോജക്റ്റുകളിലൊന്നിന് കനത്ത നഷ്ടം സംഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. രാജേഷ് പോലും അതിന്റെ കാരണം കണ്ടെത്താൻ ബുദ്ധിമുട്ടി. എന്നാൽ അർജുൻ തന്റെ ക്ലാർക്കിന്റെ വേഷത്തിൽ ഓഫീസിലെ ഓരോ നീക്കവും ശ്രദ്ധിച്ചു. രാത്രിയിൽ അതിനെക്കുറിച്ച് ആഴത്തിൽ പഠിച്ചു. ഒരു രാത്രി അവൻ കാരണം കണ്ടെത്തി. കമ്പനിയുടെ വിതരണ ശൃംഖലയിലുണ്ടായിരുന്ന ചെറിയൊരു പിഴവായിരുന്നു അത്. അർജുൻ ഉടൻ തന്നെ ഒരു രഹസ്യ റിപ്പോർട്ടുണ്ടാക്കി രാജേഷിന് അയച്ചു. റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ പ്രകാരം രാജേഷ് മാറ്റങ്ങൾ വരുത്തി. ഒരാഴ്ചയ്ക്കുള്ളിൽ ആ പ്രോജക്റ്റ് വീണ്ടും ലാഭത്തിലായി. രാജേഷിന് അത്ഭുതമായി. ആരാണ് ഈ റിപ്പോർട്ടുകൾ അയക്കുന്നതെന്ന് അവൻ അറിയില്ലായിരുന്നു. അർജുൻ ഒരു നിശബ്ദനായ യോദ്ധാവിനെപ്പോലെ തന്റെ ദൗത്യം നിർവഹിച്ചു. ദിയയുടെ ഓരോ പരിഹാസവും ഓരോ അപമാനവും അവന്റെ കവചത്തിന് കൂടുതൽ ശക്തി നൽകി. ഒരു സായാഹ്നം രാജേഷ് വളരെ വിഷമത്തോടെ വീട്ടിലേക്ക് വന്നു. അവന്റെ മുഖം വിളറി, കണ്ണുകളിൽ ഭയം നിറഞ്ഞിരുന്നു. ദിയ അത് ശ്രദ്ധിച്ചു. എന്താണച്ഛാ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവൾ ചോദിച്ചു. രാജേഷ് കസേരയിലേക്ക് തളർന്നിരുന്നു പറഞ്ഞു. ദിയ, നമ്മുടെ കമ്പനി വലിയൊരു പ്രതിസന്ധിയിലാണ്. എന്തുപറ്റി അച്ഛാ? ദിയ ആകാംക്ഷയോടെ ചോദിച്ചു. നഗരത്തിലെ ഏറ്റവും വലിയ ബിസിനസ് ഭീമനായ വീരേന്ദ്രൻ നമ്മുടെ കമ്പനിയെ ഏറ്റെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു, രാജേഷ് പറഞ്ഞു. ദിയയുടെ മുഖം വിളറി. വീരേന്ദ്രനെക്കുറിച്ചുള്ള വാർത്തകൾ അവൾക്കറിയാമായിരുന്നു. ക്രൂരനായ, ആരെയും വെറുതെ വിടാത്ത ഒരു ബിസിനസ്സുകാരൻ. ഈ വാർത്ത കേട്ട് ദിയ അർജുന്റെ അടുത്തേക്ക് തിരിഞ്ഞു. ഒരു പുച്ഛത്തോടെ അവൾ പറഞ്ഞു, അർജുൻ, നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഇതാണ് യഥാർത്ഥ ലോകം. പണക്കാർ പരസ്പരം കഴുത്തറുക്കുന്ന ലോകം. വെറുമൊരു ക്ലാർക്കിന് ഈ കളി മനസ്സിലാകില്ല. എന്നാൽ അർജുൻ ശാന്തനായി, ഒരു ഭയവും കൂടാതെ അവളെ നോക്കി. അവന്റെ കണ്ണുകളിൽ ഒരു പുത്തൻ വെളിച്ചം അവൾക്ക് കാണാൻ കഴിഞ്ഞില്ല. ഇതൊന്നും നിങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല അർജുൻ. നിങ്ങളെപ്പോലുള്ള ആളുകൾക്ക് ഇവിടെ നിൽക്കാൻ പോലും യോഗ്യതയില്ല, അവൾ തുടർന്നു. അർജുൻ പതിയെ പറഞ്ഞു, ചിലപ്പോൾ കളിക്കാരെയാണ് കളിക്കളം മാറ്റുന്നത്, കളിക്കളമല്ല കളിക്കാരെ മാറ്റുന്നത്. ദിയ അവന്റെ വാക്കുകൾക്ക് പുച്ഛത്തോടെ ചിരിച്ചു. എന്നാൽ ആ രാത്രി അർജുൻ ഉറങ്ങിയില്ല. അവൻ തന്റെ സ്റ്റഡി റൂമിൽ മണിക്കൂറുകളോളം ചെലവഴിച്ചു. വീരേന്ദ്രന്റെ കമ്പനിയുടെ എല്ലാ രേഖകളും അവന്റെ കഴിഞ്ഞകാല നീക്കങ്ങളും അവൻ പഠിച്ചു. വീരേന്ദ്രന്റെ അപ്രതീക്ഷിതമായ നീക്കങ്ങളെ എങ്ങനെ പ്രതിരോധിക്കണമെന്ന് അവൻ തലച്ചോറിൽ ആസൂത്രണം ചെയ്തു. ഇത് വെറുമൊരു ബിസിനസ് യുദ്ധമല്ല എന്ന് അവൻ മനസ്സിലാക്കി. തന്റെ അച്ഛന്റെ സ്വപ്നവും രാജേഷിനുള്ള വാഗ്ദാനവും ദിയയുടെ അഹങ്കാരത്തിനുള്ള മറുപടിയും കൂടിയാണിത്. അല്പം കൂടി കാത്തിരിക്കൂ ദിയ, അവൻ ബാൽക്കണിയിലിരുന്ന് നക്ഷത്രങ്ങളെ നോക്കി മന്ത്രിച്ചു. കളി തുടങ്ങാൻ പോകുന്നു. ദിവസങ്ങൾ കടന്നുപോയി. വീരേന്ദ്രൻ കമ്പനിയെ ഏറ്റെടുക്കാൻ ലേലത്തിന്റെ തീയതി പ്രഖ്യാപിച്ചു. രാജേഷ് ഭയന്നു. താനൊരു തോൽവിയുടെ വക്കിലാണെന്ന് അവൻ മനസ്സിലാക്കി. ദിയയാകട്ടെ തന്റെ അച്ഛൻ പരാജയപ്പെടുന്നത് അർജുന്റെ കഴിവില്ലായ്മ കൊണ്ടാണെന്ന് വിശ്വസിച്ചു. ഓരോ ദിവസവും അവൾ അവനെ കൂടുതൽ പരിഹസിച്ചു. നിങ്ങൾക്കീ പ്രതിസന്ധിക്കൊരു പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ എന്തു ചെയ്യാനാണ്? നിങ്ങൾക്കതിന് കഴിയില്ലല്ലോ, അവൾ പറയുമ്പോൾ അർജുൻ ശാന്തമായൊരു പുഞ്ചിരി നൽകി. ദിയയുടെ മനസ്സൊരു കൊടുങ്കാറ്റിലായിരുന്നു. തന്റെ ഭർത്താവ് വെറുമൊരു മണ്ടനാണോ അതോ ഭയമില്ലാത്തവനാണോ എന്നവൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അവന്റെ നിശബ്ദത അവളെ അസ്വസ്ഥയാക്കി. സാധാരണഗതിയിൽ ഒരു പുരുഷൻ ഇത്രയും അപമാനങ്ങൾ സഹിക്കില്ല. എന്നാൽ അർജുൻ ഒന്നും പറയാതെ പുഞ്ചിരിച്ചുകൊണ്ട് തലകുനിച്ചു. അവന്റെ മൗനം ഒരു ശക്തിയായി അവൾക്ക് തോന്നി. ആ രാത്രികളിൽ അവൾ ഉറങ്ങാതെ ചിന്തിച്ചു, എന്തിനാണ് ഈ മനുഷ്യൻ ഇങ്ങനെ? അവന്റെ മനസ്സൊരു കടൽ പോലെ ആഴമുള്ളതാണോ അതോ വെറുമൊരു ഒഴിഞ്ഞ പാത്രം പോലെയാണോ? അതേസമയം അർജുൻ ഉറക്കമില്ലാത്ത രാത്രികൾക്ക് ശേഷം തന്റെ പദ്ധതി പൂർത്തിയാക്കി. ലേലത്തിന് ഒരാഴ്ച മുമ്പ് അവൻ രഹസ്യമായി കമ്പനിയുടെ സാമ്പത്തിക രേഖകളിൽ ചില മാറ്റങ്ങൾ വരുത്തി. ഇത് വീരേന്ദ്രനെ ആശയക്കുഴപ്പത്തിലാക്കാൻ വേണ്ടിയായിരുന്നു. താനൊരു സാധാരണക്കാരനാണെന്ന് അവനെ വിശ്വസിപ്പിക്കാൻ അവൻ ഒരുപാട് കത്തുകൾ രഹസ്യമായി വീരേന്ദ്രന്റെ ഓഫീസിലേക്ക് അയച്ചു. ലേലത്തിനു മുമ്പുള്ള ആ ദിവസങ്ങൾ അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരീക്ഷണമായിരുന്നു. എങ്കിലും അവന്റെ മനസ്സ് ശാന്തമായിരുന്നു. ഇനി കാലം തീരുമാനിക്കട്ടെ, അവൻ സ്വയം പറഞ്ഞു. എല്ലാം ശരിയായ സമയത്ത് പുറത്തുവരും. നോക്കൂ അർജുൻ, ഇതാണ് യഥാർത്ഥ കളി. ഇവിടെ കോടികളാണ് സംസാരിക്കുന്നത്. നിങ്ങൾക്കിവിടെ നിൽക്കാൻ പോലും യോഗ്യതയില്ല. അർജുൻ അവളെ നോക്കി ഒന്ന് ചിരിച്ചു. ആ ചിരിയിലൊരു മറുപടിയുണ്ടായിരുന്നു.
പക്ഷെ ദിയ അത് കണ്ടില്ല. അനൗൺസർ ലേലം തുടങ്ങി. ആദ്യ ലേലം വിളിച്ചത് 10 കോടി രൂപ. നിമിഷങ്ങൾക്കകം 50 കോടിയിലെത്തി. രാജേഷിന്റെ മുഖം വിളറി. അവന്റെ എതിരാളിയായ വീരേന്ദ്രൻ 100 കോടി വിളിച്ചപ്പോൾ ഹാൾ നിശബ്ദമായി. രാജേഷ് തന്റെ തളർന്നുപോയ കൈകൾ ഉയർത്തി 150 കോടി എന്ന് ലേലം വിളിച്ചു. വീരേന്ദ്രൻ ചിരിച്ചുകൊണ്ട് 200 കോടി എന്ന് വിളിച്ചു. രാജേഷിന്റെ പ്രതീക്ഷ അസ്തമിച്ചു. അവൻ തലകുനിച്ചു. ഇനി തനിക്കൊന്നും ചെയ്യാനില്ലെന്നവൻ അറിയാമായിരുന്നു. പെട്ടെന്നൊരു ശബ്ദം ഹാളിൽ മുഴങ്ങി. 500 കോടി. മുഴുവൻ ഹാളും നിശബ്ദമായി. എല്ലാവരുടെയും കണ്ണുകൾ ശബ്ദം വന്ന ഭാഗത്തേക്ക് തിരിഞ്ഞു. മാധ്യമ ക്യാമറകൾ ആ ദിശയിലേക്ക് ഫോക്കസ് ചെയ്തു. അത് അർജുനായിരുന്നു, ദിയയുടെ ഭർത്താവ്. അവന്റെ ലളിതമായ വസ്ത്രങ്ങൾ, ശാന്തമായ മുഖം. അർജുൻ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് നിന്നു. ദിയ ഞെട്ടലോടെ അവനെ നോക്കി. നിങ്ങൾക്ക് വട്ടായോ അർജുൻ? 500 കോടി എത്രയാണെന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങൾക്കെങ്ങനെ ഈ ലേലം വിളിക്കാൻ കഴിഞ്ഞു? നിങ്ങൾക്കൊന്നുമില്ലല്ലോ. ദിയയുടെ വാക്കുകൾ വിറച്ചു. രാജേഷിന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവൻ അർജുനെ തുറിച്ചു നോക്കി. ലേലം വിളിച്ച ആ വലിയ തുക കേട്ട് എല്ലാവരും ഞെട്ടി. അപ്രതീക്ഷിതമായ ഈ നീക്കം വീരേന്ദ്രനെപ്പോലും പരിഭ്രാന്തനാക്കി. ലേലം ആവർത്തിക്കുക, അനൗൺസർ വിളിച്ചു പറഞ്ഞു. 500 കോടി. ലേലം ഉറപ്പിച്ചിരിക്കുന്നു. മറ്റു വ്യവസായികൾ പിന്നോട്ടുപോയി. യഥാർത്ഥ കളി ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നു. 500 കോടി. അർജുൻ വിളിച്ച ആ തുക ഹാളിലൊരു ബോംബ് പോലെ മുഴങ്ങി. ദിയയുടെ ശ്വാസം നിലച്ചു. രാജേഷിന്റെ കണ്ണുകൾ തുറിച്ചു. വീരേന്ദ്രൻ പരിഭ്രാന്തനായ അർജുനെ തുറിച്ചുനോക്കി. ഈ മനുഷ്യൻ ആരാണ്? ഇയാൾക്കെങ്ങനെ ഇത്രയും വലിയ ലേലം വിളിക്കാൻ കഴിഞ്ഞു? വീരേന്ദ്രൻ സ്വന്തം സഹപ്രവർത്തകരോട് ചോദിച്ചു. എന്നാൽ അവർക്കും ഉത്തരമുണ്ടായിരുന്നില്ല. അർജുൻ ശാന്തനായി ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് കുടിച്ചു. ഒരു കവിൾ വെള്ളം കുടിച്ചവൻ പതിയെ മൈക്കിനടുത്തേക്ക് നടന്നു. അവന്റെ ഓരോ ചലനവും ആത്മവിശ്വാസം നിറഞ്ഞതായിരുന്നു. മാധ്യമ ക്യാമറകൾ അവന്റെ ഓരോ ചലനവും ഒപ്പിയെടുത്തു. നിങ്ങൾക്കെല്ലാവർക്കും എന്നെ അറിയാമായിരിക്കും. വെറുമൊരു സാധാരണ ക്ലാർക്ക്, ദിയയുടെ കഴിവില്ലാത്ത ഭർത്താവ്, അർജുൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. പക്ഷേ ആരും അറിയാത്തൊരു സത്യമുണ്ട്. അർജുന്റെ വാക്കുകൾ ഹാളിൽ മുഴങ്ങി. എല്ലാവരുടെയും കണ്ണുകൾ അവനിൽ തന്നെയായിരുന്നു. ഞാനൊരു സാധാരണക്കാരനല്ല. ഞാൻ ഈ കമ്പനിയുടെ യഥാർത്ഥ ഉടമസ്ഥനാണ്. അതൊരു വെളിപ്പെടുത്തലായിരുന്നു. ഒരു ബോംബ് പോലെ അത് ഹാളിൽ പൊട്ടിത്തെറിച്ചു. ആളുകൾ കസേരകളിൽ നിന്ന് എഴുന്നേറ്റു. അടക്കം പറച്ചിലുകൾ അലകളായി ഉയർന്നു. ഇതെങ്ങനെ സാധിക്കും? രാജേഷല്ലേ കമ്പനിയുടെ ഉടമസ്ഥൻ? ദിയ ഞെട്ടലോടെ രാജേഷിന്റെ കയ്യിൽ പിടിച്ചു. ഇല്ല, ഇല്ലച്ചാ. എന്തെങ്കിലും പറയൂ, ഇയാൾ കള്ളം പറയുകയാണ്. രാജേഷ് തല താഴ്ത്തി. അവന്റെ കണ്ണുകളിൽ നാണക്കേടും കുറ്റബോധവും നിറഞ്ഞു. ദിയ, ഇതാണ് സത്യം. ഈ കമ്പനി നിലനിർത്താൻ കാരണം അർജുനാണ്. ഞാൻ പേരിനു മാത്രമുള്ള ഉടമയായിരുന്നു. ദിയയുടെ കണ്ണുകൾ നിറഞ്ഞു. അവളുടെ കാലുകൾക്ക് ബലമില്ലാതായി. താൻ എല്ലാ ദിവസവും അപമാനിച്ച അതേ വ്യക്തിയാണ് തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശക്തിയെന്ന് അവൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അവൾ അവിശ്വസനീയതയോടെ അർജുനെ നോക്കി. പക്ഷേ അർജുൻ, നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ സത്യം എന്നിൽ നിന്ന് മറച്ചുവെച്ചത്? എന്തുകൊണ്ടാണ് നിങ്ങൾ ഒരു സാധാരണ ജീവനക്കാരനാണെന്ന് എന്നെ വിശ്വസിപ്പിച്ചത്? അവൾ വിറയലോടെ ചോദിച്ചു. അർജുൻ ശാന്തനായി അവളെ നോക്കി. കാരണം ഈ വിവാഹം നിങ്ങളുടെ അച്ഛന്റെ അപേക്ഷ പ്രകാരമായിരുന്നു. നിങ്ങൾ സ്വയം എന്നെ തിരിച്ചറിയുന്നതുവരെ എന്റെ യഥാർത്ഥ വ്യക്തിത്വം പുറത്തുവിടില്ലെന്ന് ഞാൻ അദ്ദേഹത്തിന് വാക്കുകൊടുത്തിരുന്നു. ഞാൻ നിങ്ങളുടെ എല്ലാ കുത്തുവാക്കുകളും സഹിച്ചു, എല്ലാ അപമാനങ്ങളും സഹിച്ചു. കാരണം നിങ്ങൾ എന്റെ അച്ഛന്റെ സുഹൃത്തിന്റെ മകളായിരുന്നു. ആ സൗഹൃദത്തിന് ഞാൻ കടം വീട്ടാൻ ആഗ്രഹിച്ചു. രാജേഷിന്റെ കണ്ണുകൾ നിറഞ്ഞു. അവൻ വിറയലൂടെ അർജുന്റെ കയ്യിൽ പിടിച്ചു പറഞ്ഞു. അർജുൻ മോനെ, ഞാൻ നിന്നോട് അനീതിയാണ് ചെയ്തത്. ഇന്ന് ഞാൻ സമ്മതിക്കുന്നു. നീ എന്റെ കമ്പനി മാത്രമല്ല, എന്റെ അഭിമാനവും കാത്തു. ദിയ വിറച്ചുകൊണ്ട് പിന്നോട്ടുപോയി. അവളുടെ എല്ലാ അഹങ്കാരവും അവളുടെ എല്ലാ ഗർവവും ഒരു നിമിഷം കൊണ്ട് ഇല്ലാതായി. അവൾ തകർന്നുപോയ ഒരു പ്രതിമ പോലെ നിന്നു. ദിയയുടെ കണ്ണുകളിൽ പശ്ചാത്താപം നിറഞ്ഞു. അവളുടെ വായിൽ നിന്ന് ഒരു ശബ്ദം പോലും വന്നില്ല. അവൾ ആലോചിച്ചു. ഞാൻ രാവും പകലും അപമാനിച്ച അതേ വ്യക്തിയാണ് യഥാർത്ഥത്തിൽ ഏറ്റവും വലിയവൻ. രാജേഷ് മകളെ നോക്കി പറഞ്ഞു. ദിയ, ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ? ഒരു മനുഷ്യന്റെ വില അവന്റെ വസ്ത്രങ്ങൾ കൊണ്ടോ രൂപം കൊണ്ടോ അല്ല, മറിച്ച് അവന്റെ പ്രവൃത്തികൾ കൊണ്ടും അവന്റെ ഹൃദയം കൊണ്ടുമാണ്. നിങ്ങൾ എല്ലായ്പ്പോഴും ചെറുതെന്ന് കരുതിയ അർജുനാണ് ഇന്ന് ഏറ്റവും വലിയവൻ. ദിയ വിറച്ചുകൊണ്ട് കസേരയിൽ നിന്ന് എഴുന്നേറ്റു. അവളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ നിർത്താതെ ഒഴുകി. അവൾ പതിയെ അർജുന്റെ അടുത്തേക്ക് നടന്നു. മാധ്യമ ക്യാമറകൾ അവളിലേക്ക് തിരിഞ്ഞു. പക്ഷേ ദിയ വിറയലോടെ അർജുന്റെ കയ്യിൽ പിടിച്ചു.
അവളുടെ ശബ്ദം ഇടറി. അർജുൻ, എന്നോട് ക്ഷമിക്കണം. ഞാൻ നിങ്ങളെ ഒരിക്കലും മനസ്സിലാക്കിയില്ല. എല്ലാ തവണയും ഞാൻ നിങ്ങളെ വേദനിപ്പിച്ചു, അപമാനിച്ചു. നിങ്ങൾ ഒരിക്കലും തിരിച്ചൊന്നും പറഞ്ഞില്ല. ഞാൻ കരുതിയത് നിങ്ങൾ ദുർബലനാണെന്ന്. പക്ഷെ ഇന്നെനിക്ക് മനസ്സിലായി, നിങ്ങൾ ഏറ്റവും ശക്തനാണെന്ന്. അർജുൻ അവളെ നോക്കി. അവന്റെ മുഖത്ത് അതേ പഴയ ശാന്തമായ പുഞ്ചിരി. അവൻ പതിയെ പറഞ്ഞു, ദിയ, ബന്ധങ്ങൾ അപമാനങ്ങൾ കൊണ്ടും കുത്തുവാക്കുകൾ കൊണ്ടും തകരുന്നില്ല. അത് തകരുന്നത് ഒരു മനുഷ്യൻ ക്ഷമിക്കുന്നത് നിർത്തുമ്പോഴാണ്. ഞാൻ ഒരിക്കലും ക്ഷമിക്കുന്നത് നിർത്തിയിട്ടില്ല. ദിയ വിതുമ്പിക്കൊണ്ട് പറഞ്ഞു, അർജുൻ, ഞാൻ നാണം കെട്ടവളാണ്. ഞാൻ നിങ്ങളെ ഒരു പാവം മനുഷ്യനായി, കഴിവില്ലാത്തവനായി കരുതി. പക്ഷെ സത്യത്തിൽ പാവപ്പെട്ടവൾ ഞാനായിരുന്നു. എന്റെ ചിന്തകളായിരുന്നു ദരിദ്രം. നിങ്ങൾ എല്ലായ്പ്പോഴും ഏറ്റവും വലിയ ധനികനായിരുന്നു, നിങ്ങളുടെ ഹൃദയം കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും. രാജേഷിന്റെ കണ്ണുകളും കണ്ണുനീർ നിറഞ്ഞതായിരുന്നു. അവൻ മകളുടെ തലയിൽ കൈവച്ച് പറഞ്ഞു, മോളെ, മനുഷ്യന്റെ അഭിമാനം അവന്റെ നിലവാരം കൊണ്ടല്ല, അവന്റെ പ്രവൃത്തികൾ കൊണ്ടാണ് ലഭിക്കുന്നത് എന്ന് ഇന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അർജുനെപ്പോലൊരു മനുഷ്യനെ ലഭിക്കുന്നത് ഒരു ഭാഗ്യമാണ്. ഹാളിലിരുന്ന ആളുകൾ ഈ കാഴ്ച കണ്ട് വികാരഭരിതരായി. ക്യാമറകൾ ആ നിമിഷം ഒപ്പിയെടുത്തു. ദിയ എല്ലാവരുടെയും മുന്നിൽ അർജുന്റെ കാൽക്കൽ കുനിഞ്ഞു പറഞ്ഞു, നിങ്ങളെ ഭർത്താവെന്ന് വിളിക്കാനുള്ള അവകാശം എനിക്ക് നഷ്ടപ്പെട്ടു അർജുൻ. പക്ഷെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് പുതിയൊരു തുടക്കം കുറിക്കണം. ഇത്തവണ തുല്യതയോടെ, അഹങ്കാരമില്ലാതെ, വെറും ബഹുമാനത്തോടും സ്നേഹത്തോടും മാത്രം. അർജുൻ ഉടൻ അവളെ എഴുന്നേൽപ്പിച്ചു. ദിയ, കുനിയുന്നത് നിങ്ങൾക്ക് ചേർന്നതല്ല. ഞാൻ നിങ്ങളെ എന്റെ തുല്യയായി കണ്ടാണ് നടന്നത്. എല്ലായ്പ്പോഴും അങ്ങനെ കാണും. ഇന്ന് നിങ്ങൾക്ക് സത്യം മനസ്സിലായെങ്കിൽ അതാണ് എന്റെ ഏറ്റവും വലിയ വിജയം. അർജുൻ മൈക്ക് കയ്യിലെടുത്തു. അവന്റെ ശബ്ദം ശാന്തവും എന്നാൽ ദൃഢവുമായിരുന്നു. എനിക്കിവിടെ നിൽക്കുന്ന എല്ലാ മാധ്യമങ്ങളോടും ഒരു കാര്യം പറയാനുണ്ട്, അവൻ പറഞ്ഞു. ഞാനിതെല്ലാം ഒരു പ്രഹസനത്തിനു വേണ്ടി ചെയ്തിട്ടില്ല. എന്റെ കമ്പനിയിലെ ഓരോ ജീവനക്കാരനും, ഓരോ തൊഴിലാളിക്കും അവർ അർഹിക്കുന്ന ബഹുമാനം ലഭിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. ഞാൻ അവരുടെ കൂടെ ഒരു സാധാരണക്കാരനായി നിന്നാൽ മാത്രമേ അത് സാധ്യമാകൂ. മനുഷ്യന്റെ വില അവന്റെ പണം കൊണ്ടോ വസ്ത്രങ്ങൾ കൊണ്ടോ അവന്റെ സാമൂഹിക നിലവാരം കൊണ്ടോ അല്ല, അവൻ തുടർന്നു. അത് അവന്റെ പ്രവൃത്തികൾ കൊണ്ടും ഹൃദയം കൊണ്ടും മറ്റുള്ളവരെ ബഹുമാനിക്കാനുള്ള കഴിവുകൊണ്ടും മാത്രമാണ്. എന്റെ ഭാര്യയുടെ ചിന്തകൾ തെറ്റായിരുന്നു എന്ന് ഞാൻ പറയില്ല, കാരണം പലരും അങ്ങനെയാണ് ചിന്തിക്കുന്നത്. പക്ഷേ എന്റെ ജീവിതം അതിനൊരു മറുപടിയാണ്. നമ്മൾക്കൊരുപാട് സമ്പത്തുണ്ടായിരിക്കാം, പക്ഷേ ഹൃദയത്തിൽ ദാരിദ്ര്യമാണെങ്കിൽ ആ സമ്പത്ത് വെറും ചാരമാണ്. ഹാൾ കയ്യടികളാൽ നിറഞ്ഞു. മാധ്യമങ്ങൾ ഈ കഥയെ അടുത്ത ദിവസത്തെ ഏറ്റവും വലിയ വാർത്തയാക്കി മാറ്റി. സാധാരണ ഭർത്താവ് കോടികളുടെ ഉടമയായി. പക്ഷേ അർജുനും ദിയയ്ക്കും ഇതൊരു പുതിയ തുടക്കം മാത്രമായിരുന്നു. ദിയ ആദ്യമായി തന്റെ ഭർത്താവിന്റെ കണ്ണുകളിലേക്ക് നോക്കി. അവിടെ അവൾക്ക് താൻ ഒരിക്കലും തേടിയിട്ടില്ലാത്ത സുരക്ഷയും ബഹുമാനവും സത്യസന്ധമായ സ്നേഹവും കാണാൻ കഴിഞ്ഞു. അന്നുമുതൽ ദിയയുടെ അഹങ്കാരം പൂർണ്ണമായി തകർന്നു. അവളുടെ മനസ്സിൽ നന്ദിയും സ്നേഹവും നിറഞ്ഞു. അർജുൻ ഒന്നും പറയാതെ അവളുടെ കണ്ണുനീർ തുടച്ചുമാറ്റി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ദിയ, നമുക്ക് വീട്ടിലേക്ക് പോകാം. അവർ കൈകോർത്ത് ലേലഹാളിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ അവരുടെ പിറകിൽ ഒരു പുതിയ ലോകം പിറവിയെടുക്കുന്നുണ്ടായിരുന്നു. അവർക്കിടയിലെ ബന്ധമിപ്പോൾ പുതിയൊരു അധ്യായത്തിലേക്ക് കടന്നിരിക്കുന്നു. ഒരു നിശബ്ദനായ യോദ്ധാവിന്റെ സ്നേഹവും ക്ഷമയും ഒരു അഹങ്കാരിയുടെ മനസ്സിനെ എങ്ങനെ മാറ്റിയെടുത്തു എന്നതിന്റെ കഥയായിരുന്നു അത്. Free audio post-production by alphonic.com